ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കപ്പ കൊണ്ട് ആവിയിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. നല്ല രുചിയുള്ളൊരു പലഹാരമാണിത്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് കപ്പയാണ്. ഇതിന് ചില സ്ഥലങ്ങളിൽ പൂള എന്നാണ് കേട്ടോ പറയാറ്. ഞാൻ ഈ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു സൈഡിൽ വെച്ചാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. 1.25 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കപ്പയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത്. മുഴുവനും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ കപ്പയിലെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയണം. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം പിഴിഞ്ഞെടുക്കാം. ഇത് മുഴുവനും ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റാർച്ചിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഇത് നമുക്ക് കളയാം. ഇനി നമ്മൾ ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു കപ്പയില്ലേ, ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫൈനായിട്ട് അങ്ങ് അരഞ്ഞ് കിട്ടണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. പൾസ് ബട്ടണിൽ 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടില്ല, ചെറിയ ചെറിയ തരിയായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള ശർക്കരപ്പാനിയാണ്. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മളിത് പാനിയാക്കി എടുക്കുന്നത്. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാവ് റെഡിയാക്കി വരുന്ന സമയത്ത് ഒത്തിരി ലൂസായിപ്പം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ ഇത് പാനിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർക്കാം. 1.25 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കപ്പയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരളവിൽ തന്നെ ശർക്കര ചേർത്താൽ മതിയാകും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ശർക്കരപ്പാനിയുടെ ചൂടൊന്ന് പോകാനായിട്ട് നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഈ സമയം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ കപ്പയില്ലേ, ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കപ്പപ്പൊടി ചേർക്കാം. കപ്പപ്പൊടി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി കപ്പയും കപ്പപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് പകരമായിട്ട് കോൺഫ്ലോർ ചേർത്താലും മതി. പക്ഷേ ഏറ്റവും നല്ലത് കപ്പപ്പൊടി തന്നെ ചേർക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കപ്പയുടെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ടല്ലേ എടുത്തിട്ടുള്ളത്. കളയാതെയും നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ശർക്കരപ്പാനിക്ക് പകരം ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ്. കൂടെ തന്നെ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തില്ലേ, നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ആ ഒരു ഏലക്കയുടെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുക. ഇതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. ഒത്തിരി ലൂസായി പോകാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാതെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ഈ മാവ് കിട്ടും. ഞാൻ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് വാഴയിലയിലാണ്. അതിനായിട്ടൊരു വാഴയില എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈ ഒരു കപ്പ് മിക്സില്ലേ അതങ്ങ് വെച്ച് കൊടുക്കാം. ഇനി സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. അത് കഴിഞ്ഞാൽ 2 സൈഡും നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വാഴയില എടുക്കുന്ന സമയത്ത് ഒന്ന് വാട്ടിയ ഇല എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതുപോലെ ചെറിയ പീസായിട്ട് വാഴയില കട്ട് ചെയ്ത ശേഷം ഫ്ലെയിം ഓണാക്കി ഒന്ന് തിരിച്ച് മറിച്ചും എടുത്താൽ മതി. അപ്പോൾ ഈ വാഴയില വാടി കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോവാതെ തന്നെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. വാഴയില ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലെ സാധാരണ ഒരു സ്റ്റീൽ പാത്രം എടുത്ത ശേഷം അതിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാവ് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഞാനിത് മുഴുവനും വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഈ പാത്രത്തിലേക്ക് ഇത് ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ സമയം എടുക്കും കേട്ടോ ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിതിവിടെ വെച്ചിട്ട് 15 മിനിറ്റായി. ഇതിവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇത്രേ ഉള്ളൂ. കപ്പ കൊണ്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. ഞാനിത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടമാകും. കപ്പയൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്